ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബൾഗേറിയയിൽ നമ്മളെ കാറ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബില്ല് വന്നപ്പോൾ ഏകദേശം 1500 രൂപയോളമായി ഇന്ത്യൻ കറൻസിയിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യത്ത് അത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആരാണ് പറഞ്ഞത് ബൾഗേറിയ അടിപൊളിയല്ല എന്ന്? നമ്മളെ പുറകിൽ കണ്ടാൽ തന്നെ അറിയാം. ഈ കാണുന്ന NDKയും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ക്യാപിറ്റൽ, അതായത് സോഫിയ സിറ്റിയും ഒക്കെ കിടിലം വൈബാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് 1981 കേട്ടോ ഈ ഒരു കൾച്ചറൽ സെൻറ്റർ ഓപ്പൺ ചെയ്തത്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പല ഇവൻറ്റ്സ് നടക്കും, ഹാപ്പനിങ് പ്ലേസാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഫിലിം ഫെസ്റ്റിവലും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടെ എന്തോ ഒരു കിടിലം പരിപാടി നടക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എടുത്ത് പറയേണ്ടത് യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു സെൻറ്ററായിട്ടുള്ള വിറ്റോഷ ബുൾവാർഡ് എന്ന ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റ്സും അതുപോലെ ഷോപ്സൊക്കെ ഉണ്ട്. ഇവിടെ കൂടെ ഭയങ്കര ബിസിയാണ്, എപ്പോൾ നോക്കിയാലും ഭയങ്കര ബിസി സ്ട്രീറ്റാണ്. ധാരാളം ടൂറിസ്റ്റും അതുപോലെ യങ്സ്റ്റേഴ്സും ഒക്കെ ഉള്ള ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നേരെ അടുത്ത് വീട്ടിലോട്ടാണ് പോകുന്നത്. സോഫിയയിൽ ബുക്ക് ചെയ്ത നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റെൻറ്റ് ഏകദേശം വരുന്നത് 250 തൊട്ട് 500 യൂറോ വരെയൊക്കെയാണ്. ഇവിടെ സോഫിയയിൽ ഏകദേശം 1000-ലധികം ഇന്ത്യക്കാരുണ്ടെന്നാണ് മനസ്സിലായത്. മെഡിക്കൽ സ്റ്റുഡൻസും അതുപോലെ IT പ്രൊഫഷണൽസും ഒക്കെയാണ് കേട്ടോ ഇവർ. സോഫിയ സിറ്റിക്ക് പുറത്താണെങ്കിൽ റെൻറ്റ് പൊതുവേ കുറവാണ്, സിറ്റിക്കുള്ളിലാണ് റെൻറ്റ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഫിയയിലുള്ള വീട് കേട്ടോ. അപ്പോൾ സോഫിയയിലെ വീടിൻ്റെ സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടേബിൾ നമുക്ക് കാണാം, ഇവിടെ ഒരു TV ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കുക്കിങ്ങിൻ്റെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, ചെറിയൊരു ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് കേട്ടോ, ഒരു ഡബിൾ കോട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു AC ഉണ്ട്, നല്ലൊരു ബെഡ്റൂമാണിത്. ചെറിയൊരു ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. നേരെ കാണുന്നത് ചെറിയൊരു ബാത്റൂമാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇതൊരു ഡബിൾ കോട്ടാണ് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം. ഓക്കെ, ചെറിയൊരു ബാത്റൂമാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ബൾഗേറിയക്കാരൊക്കെ ചെറിയ ബാത്റൂം ഉണ്ടാക്കണമെന്ന്. ഇതുണ്ടോ, കഷ്ടിച്ച് ഇവിടെ നിന്ന് കുളിക്കാനുള്ള സൗകര്യമുള്ളൂ. ഓക്കെ, ഇതുണ്ടോ, ഒരു ഫോണൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എമർജൻസി കേസിൽ വിളിക്കാനുള്ള സംഭവമാണ്. ഓക്കെ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പുറത്തായിട്ട് തന്നെയാണ് KFC. അപ്പോൾ നമുക്ക് ഇവിടെ കയറി വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. KFCയിൽ വന്നിട്ട് ഓർഡർ ചെയ്തത്, KFC അത്യാവശ്യം ചീപ്പാണ് കേട്ടോ ബൾഗേറിയയിൽ. നമ്മൾ സോഫിയയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു KFCയിൽ നമ്മൾ ഇത്രയും ഓർഡർ ചെയ്തപ്പം 13 യൂറോ, അതായത് ഏകദേശം 1200 രൂപയായി ഇത്രയും സാധനത്തിന്. ഇത് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നല്ല എമൗണ്ട് വരും. അങ്ങനെ രാവിലെ നമ്മൾ ബൾഗേറിയൻ പത്രം വായിച്ചിരിക്കുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടുത്തെ കറപ്ഷനെ കുറിച്ചൊക്കെയാണ് കേട്ടോ ഇത് പറയുന്നത്. ഇവിടെ സേവ് ബൾഗേറിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ കറപ്ഷനെ കുറിച്ചൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൾഗേറിയയിലെ വളരെ പ്രശസ്തമായ കത്തീഡ്രലാണ്. ഈ ഒരു കത്തീഡ്രലിൻ്റെ പേര് വരുന്നത് അലക്സാണ്ടർ നെവ്സ്കി കത്തീഡ്രൽ എന്നാണ്. ഇതൊരു ഓർത്തഡോക്സ് കത്തീഡ്രലാണ്. ഒട്ടോമൻ ഭരണകാലത്ത് ബൾഗേറിയയെ മോചിപ്പിക്കാൻ സഹായിച്ച റഷ്യൻ സൈനികരെ ആദരിച്ച് നിർമ്മിച്ച ഒരു കത്തീഡ്രലാണിത്. ശരിക്കും ഈ ഒരു കത്തീഡ്രലിൽ നോക്കുകയാണെങ്കിൽ ബൾഗേറിയയുടെ ഒരു ദേശീയ ചിഹ്നമായിട്ടാണ് ഇവരിത് കാണുന്നത്. ഈ ഒരു കത്തീഡ്രലിന് വളരെയധികം പ്രത്യേകത ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഗോപുരം നോക്കുകയാണെങ്കിൽ സ്വർണം പൂശിയതാണ്. അതുപോലെ ഇത് ഏകദേശം 10,000 പേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു വലിയ കത്തീഡ്രലാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ ഓർത്തഡോക്സ് ദേവാലയങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചർച്ച്. ഈ കാണുന്നതെല്ലാം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്നാണ് എനിക്ക് മനസ്സിലായത്. പഴയ മാലകളൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, പഴയ പട്ടാളക്കാരുടെ യുദ്ധ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. തോക്കൊക്കെ ഉണ്ട്. ഇവിടെ എന്താ സംഭവം നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ മെഡൽസാണ് കേട്ടോ ഇത്.
ഈ മെഡൽസ് ഒന്നും ആർക്കും വേണ്ടേ? എന്താണ് അവിടെ വിൽക്കാൻ കൊണ്ടുവച്ചിരിക്കുന്നത്? കോമ്പസ് ഇതൊക്കെ കണ്ടോ, പഴയ ഇവിടെ കണ്ടോ തൊപ്പി, കൊള്ളാമല്ലോ. നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം. ഇത് നോക്കുകയാണെങ്കിൽ പഴയ ക്യാമറയാണല്ലോ. ഇതൊക്കെ കൊണ്ട് വീട്ടിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തീമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അടിപൊളി കേട്ടോ, കൊള്ളാം. പക്ഷേ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സെൻറ്റ് നിക്കോളാസ് എന്നറിയപ്പെടുന്ന സോഫിയയിലെ വളരെ പ്രശസ്തമായ ചർച്ചിലാണ് കേട്ടോ. ഈ ഒരു ചർച്ചും ശരിക്കും റഷ്യൻ ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റഷ്യൻ റിവൈവൽ ആർക്കിടെക്ചർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് ക്യാമറ അലൗഡഡ് അല്ല. അപ്പം അത് കാരണം നമ്മൾ അകത്തോട്ട് പോയി ഷൂട്ട് ചെയ്യുന്നില്ല. ഓ, പണി കിട്ടി. ടയർ ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബൾഗേറിയയിൽ നമ്മൾ കാറ് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ ഫൈൻ അടിച്ചു. പാർക്കിംഗ് ടിക്കറ്റ് വെക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പാർക്കിംഗ് ടിക്കറ്റ് ഇവിടെ നോക്കിയിട്ട് ഒരിടത്തും കണ്ടില്ല, മെഷീനും കണ്ടില്ല. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ഞാനും പാർക്ക് ചെയ്തു. ആരും ടിക്കറ്റൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ആ കാർ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു ഫൈനും കിട്ടിയിട്ടുണ്ട്. എത്രയാണെന്നൊന്നും അറിയില്ല. അവർ വന്ന് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി അറസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഇട്ടപ്പോൾ ശരിക്കും അവിടെ ഒരാൾ ഉണ്ടാവും ടിക്കറ്റ് തരാനായിട്ട്. നമ്മൾ അവരെ കണ്ട് ടിക്കറ്റ് വാങ്ങിയില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ അവിടെ വണ്ടി കൊണ്ടിട്ടപ്പോൾ ആരെയും കണ്ടില്ല. അവന്മാരെവിടെ ഒളിച്ചിരിക്കുക എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ഇത് ലോക്ക് ചെയ്തിട്ട് പോയി. ലോക്ക് ചെയ്ത് പോയിട്ടൊരു റെസിപ്റ്റ് വെച്ചിരുന്നു. റെസിപ്റ്റ് സാധാരണ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ റെസിപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എമൗണ്ട് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അത് വെറും ഒരു ഫൈനായിരിക്കും. ഈവൻ നമ്മൾ പല രാജ്യങ്ങളിൽ പോയിടത്തും ഇതുപോലത്തെ ഫൈനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് അവന്മാർ ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് പോണത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി കൺട്രി ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അത് അവർക്ക് അറിയാം ഇത് റൊമേനിയയിൽ നിന്ന് വന്ന വണ്ടിയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു റെസിപ്റ്റ് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറയാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അതിന് പകരം ഇങ്ങനെ ലോക്ക് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ, ഇവിടെ സിറ്റിക്കകത്ത് അല്ലെങ്കിൽ സോഫിയയിലെ സിറ്റിക്കകത്തോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ബൾഗേറിയൻ രജിസ്ട്രേഷനുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ റൊമേനിയയുടെ രജിസ്ട്രേഷനുള്ള വണ്ടികളൊന്നും നമ്മൾ അധികം കണ്ടില്ല. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ രജിസ്ട്രേഷൻ കണ്ടില്ല. ഏകദേശം ഒരു 99% വണ്ടികളും ബൾഗേറിയൻ രജിസ്ട്രേഷൻ ആയിരുന്നു. നമ്മൾ ബൾഗേറിയൻ ഹൈവേയിലൂടെ യാത്ര ചെയ്തപ്പം ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ചെക്കിംഗ് ആണ്. അപ്പോൾ പല പോയിന്റിലായിട്ട് അവർ റഡാറൊക്കെ വെച്ച് റെഡി ആയിട്ട് നിൽക്കും നമ്മൾ ഓവർ സ്പീഡാണെങ്കിൽ പിടിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ആരും തന്നെ സ്പീഡ് ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം ഞാൻ ഏകദേശം സ്പീഡ് ലിമിറ്റ് ഫോളോ ചെയ്താണ് ഓടിച്ചത്. നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ നല്ല സ്പീഡിലാണ് പോയത്. ഇപ്പോൾ ഒരു 100 അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 150 പോയിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അവർക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ എവിടെയൊക്കെ ആൾക്കാർ നിൽക്കുമെന്ന്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെയൊക്കെയാണ് പോലീസ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സോഫിയുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് തിരിച്ച് റൊമേനിയയിലോട്ടാണ്. ഇനി ഒരു ലോങ് ഡ്രൈവാണ് കേട്ടോ. സോഫിയ ടു നേരെ ബ്രസോ ആണ്. അപ്പോൾ ശരിക്കും ബ്രസോ എന്ന് പറഞ്ഞാൽ ഡ്രാക്കുളയുടെ നാടാണ്. നമ്മുടെ സ്റ്റേയും ബുക്ക് ചെയ്തിരിക്കുന്നത് ഡ്രാക്കുളയുടെ കോട്ടയുടെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഇനി ഒരു ലോങ് ഡ്രൈവാണ്. ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം എല്ലാവരും ഇവിടെ ഈ റോഡ് സൈഡിൽ കാണുന്ന വീടുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആൾക്കാർ പട്ടണങ്ങളിലോട്ട് മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ലുക്കോവിത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിന് തൊട്ട് മുമ്പുള്ള ഒരു ഷോപ്പിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരിക്കും പ്രൈസ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന പ്രൈസ് ഏകദേശം അതുപോലും വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. പക്ഷേ പ്രൈസ് കണ്ടിട്ട് ഞാൻ ഞെട്ടി. നമ്മളെ നാട്ടിൽ കൊടുക്കുന്നില്ലേ ഇപ്പം ഞാൻ വരുന്ന തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്ന പൈസ ആവുന്നുള്ളൂ ഇവിടെ ഞാൻ നോക്കിയിട്ട്. അതും അത്യാവശ്യം നല്ല വലിയൊരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാറുകളൊക്കെ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. റിവ്യൂ ഒക്കെ നോക്കിയപ്പം കൊള്ളാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ കയറി കേട്ടോ. പക്ഷേ ഇവിടെ വരുന്ന വഴിക്ക് നമ്മൾ കുറേ വീടുകളൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു ഏരിയയിൽ തന്നെ താമസിക്കുന്നുള്ളൂ. പിന്നെ പോയിട്ട് ഇതൊരു ചെറിയൊരു ഹൈവേ പോലെയാണ്. അപ്പം യാത്ര ചെയ്ത് പോകുന്നവരാണ് ഇവിടെ കൂടുതലായിട്ട് കയറുന്നത്. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് നോക്കിയിട്ട് പറയാം.
അപ്പോൾ സൂപ്പ് എത്തിയിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അതിഥി? ചിക്കൻ സൂപ്പാണല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? സൂപ്പ് കൊള്ളാന്നാണ്. വെറൈറ്റി ആണല്ലേ? ഞാൻ കഴിച്ചതിൽ വെറൈറ്റി. ഓക്കെ. അങ്ങനെ നമുക്കൊരു ചെറിയ പണി കിട്ടി. ഞാൻ വലിയൊരു ഗ്രില്ലാണ് പ്രതീക്ഷിച്ചത്. എത്തിയത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന പൈസയുടെ അത്രേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടോ നോക്കട്ടെ. നല്ല ഫ്രഷ് സാധനമാണ്. എല്ലാം കറക്റ്റായിട്ട് നല്ല ജ്യൂസിയാണ്. അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ഇവിടുത്തെ ബൾഗേറിയൻ ടൈപ്പ് ബ്രെഡാണ്. ചിക്കൻ ഫില്ലറ്റ് ആണ് കേട്ടോ. ചിക്കൻ ഫില്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. കിടുന്ന സാധനം. നമ്മൾ KFC ചിക്കനെക്കാട്ടും കിടലോ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ടേസ്റ്റാണ്. അതുപോലെ ഈ ബ്രെഡും നമ്മൾ ഇതിനു മുമ്പ് കഴിക്കാത്ത ഒരു രുചിയാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ബില്ലൊക്കെ വന്നു കേട്ടോ. ബില്ല് വന്നപ്പോൾ ഏകദേശം 1500 രൂപയോളമായി ഇന്ത്യൻ കറൻസിയിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂറോപ്യൻ രാജ്യത്ത് അത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. 3 പേര് കഴിച്ചു. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. അത് സാധാരണ നമ്മൾ പുറത്തുനിന്ന് വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5000 രൂപയോളം വരും. പക്ഷേ ഇത് വളരെ കുറവാണ്, റീസണബിളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ബ്രെഡും കൂടെ ഞാൻ ഓർഡർ ചെയ്തു, എക്സ്ട്രാ പാഴ്സൽ ചെയ്തു. ഫ്രണ്ട്സ്, അപ്പം നമ്മളിതാ ബൾഗേറിയ വിട്ട് നേരെ റൊമാനിയയിലോട്ട് പോകാൻ പോവുകയാണ്. നമ്മുടെ സൈഡിൽ കാണുന്നതാണ് ഡാന്യൂബ് നദിയാണ്. അപ്പം നമ്മളൊരു ഫെറിയിൽ കയറിയിട്ടാണ് ഇനി ഈ റിവർ ക്രോസ് ചെയ്ത് പോകുന്നത്. ഈ ഒരു റിവറാണ് ഇതിൻ്റെ ബോർഡർ, 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ബോർഡറാണ്. അപ്പം നമ്മൾ നേരെ ഫെറി കയറിയിട്ട് ഇനി നമ്മൾ നേരെ അടുത്ത രാജ്യത്തോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, നിക്പോൾ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബൾഗേറിയ എക്സിറ്റ് ചെയ്തു. ബോർഡർ കൺട്രോൾ ആയിരുന്നു. അവർ കസ്റ്റംസൊക്കെ വന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തു കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ നേരെ ഫെറി കയറി നമ്മൾ നേരെ റൊമേനിയയിൽ പോകാൻ പോവാണ്. നമ്മൾ അങ്ങനെ ഒരു നദി ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത രാജ്യത്തോട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഫെറിക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്. പക്ഷേ അവർ ഭയങ്കര ചെക്കിങ് ആയിരുന്നു ചെയ്തത്. അതായത് നമ്മൾ കാറൊക്കെ തുറന്നു നോക്കി, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കയായതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമില്ല. പക്ഷേ അവർ എന്താ പറയുക, നമ്മുടെ ഇവിടെ പണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊരു സർക്കാർ ഒരു ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഇവിടെയും ഇവരുടെ ഒരു പെരുമാറ്റമൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ റൊമാനിയയിൽ എൻ്റർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫെറിയിലോട്ട് കയറാം. നമ്മളിതാ കാറിൽ പുറത്തിറങ്ങി. ഫെറി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നോക്കൂ, നമ്മുടെ ഫെറി അതാ ദൂരെ നിന്ന് വരുന്നുണ്ട്. ഫെറിയിൽ കണ്ടോ 2 വലിയ ട്രക്കുണ്ട്. ഈ ട്രക്ക് എടുത്തിട്ട് വേണം നമ്മൾ കാർ ഇനി അതിലോട്ട് കയറ്റാനായിട്ട്. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് കണ്ടോ, ഒരു കടുകുമണി വ്യത്യാസത്തിൽ നമ്മൾ സ്റ്റിയറിംഗ് ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തെറ്റിയാൽ മതി, വണ്ടി വെള്ളത്തിൽ കിടക്കും. നമ്മളെ പപ്പുവിൻ്റെ അതേ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നു നാട്ടിൽ നമ്മൾ എടുത്ത് ലൈസൻസ് എടുക്കാൻ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ല. കയറിയെന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ വെള്ളത്തിൽ കിടക്കും. ആ രീതിയിലാണ് അത് പ്ലേസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോക്കി തന്നെ കയറണം. ബൾഗേറിയയ്ക്ക് നമ്മൾ വിട പറയാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ റൊമാനിയൻ തീരത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ റൊമാനിയൻ ബോർഡർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ബൾഗേറിയയിൽ നിന്ന് ഡാനൂബ് നദി കടന്നിട്ട് നമ്മൾ നേരെ റൊമാനിയയുടെ ബോർഡർ ക്രോസിങ് കഴിഞ്ഞു. കുറച്ച് നേരം അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ചെക്ക് ചെയ്തു, പേപ്പറെല്ലാം ഓക്കെ ആയതുകൊണ്ട് അവർ കടത്തി വിട്ടിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ റൊമാനിയയിലോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ ഏകദേശം 10 കിലോമീറ്റർ നീളത്തിൽ റോഡ് നമുക്ക് വിസിബിൾ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുള്ള് 2 സൈഡും കൃഷിയാണ്. ഫുള്ള് ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. ഈ കൃഷി സാധനങ്ങളൊക്കെ കൊണ്ട്, ഈ ട്രാക്ടറും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് മൊത്തം ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് നോക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ഒരു 10 കിലോമീറ്റർ വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.